ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ അൻവിന്റെ സ്കാം നമ്പർ 1 തുടങ്ങാല്ലേ പിന്നെ കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. രാമകൃഷ്ണന് തെറ്റില്ല മോനെ. UK പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അത് ഫേക്ക് ആയിരുന്നു. അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. ഇവനേട്ടാ ഞങ്ങളുടെ പണം മോഷ്ടിച്ചത്. സ്കാം നമ്പർ 2 തുടങ്ങാല്ലേ പിന്നെ ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ, വർമാജിയുടെ ജോലി നടക്കട്ടെ. എന്ത് ജോലി ഇരിക്കുന്നേ. സ്കാം നമ്പർ 3 അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. ഹായ്, മൈ നെയിം ഈസ് സുജിത് ഷാനി. Autospa Express. One of the partners of എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞു ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സമയ ചുരുക്കം കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.